ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ഹൈദരാബാദി മസാല ചിക്കൻ ഫ്രൈ ആണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ എന്നിവയുടെ കൂടെ സെർവ് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. നിങ്ങൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനായി ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണ് 1 കിലോ. നമുക്കിനി ഇതിനകത്തേക്ക് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നല്ലൊരു ഗരം മസാലയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, 1-2 പച്ചമുളക് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി, 4 ടേബിൾ സ്പൂൺ മീഡിയം പുളിയുള്ള തൈര്, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാ കഷ്ണങ്ങളിലും അരപ്പ് നന്നായി തിരുമ്മി പിടിപ്പിക്കണം. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പല ചിക്കൻ റെസിപ്പീസിൻ്റെയും വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും എൻ സ്ക്രീനിലും കൊടുത്തേക്കാം. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ മസാല കഷ്ണങ്ങളിലെല്ലാം ആയിട്ടുണ്ട്. ഈ അരപ്പ് ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അടുത്തത് കറി ഉണ്ടാക്കുന്നതിന് മുൻപ് കുറച്ച് സവോള വറുത്തെടുക്കണം. അതിന് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവോള കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ബിരിയാണിക്കൊക്കെ സവോള അരിഞ്ഞ് വറുത്തിടില്ലേ, ആ ഒരു കനമാണ് ഇതിന് വേണ്ടത്. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിളക്കി കൊടുത്തുകൊണ്ട് ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കാം. ഈ സവോള വറുത്തത് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും കൊഴുപ്പും തരും. കുറച്ച് സമയം എടുക്കും കേട്ടോ ഈ സവോള ഫ്രൈ ആയി കിട്ടാൻ. ഇപ്പോൾ ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും താഴ്ത്തിയോ അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷമോ ഇവ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ കോരി മാറ്റണം, അല്ലെങ്കിൽ വേഗം കളർ മാറാനും കരിയാനും സാധ്യതയുണ്ട്. ഇതിന് ചൂടാറി കഴിയുമ്പോൾ ക്രിസ്പിയായി വരും. നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു വലിയ പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നമ്മൾ സവോള വറക്കാനെടുത്ത എണ്ണയല്ലേ, അതിൽ നിന്ന് എടുത്താലും മതി കേട്ടോ. ആ എണ്ണയാവുമ്പോൾ സവോള വറുത്തതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1.5 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട, 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഇവ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതല്ലാതെ ചിക്കൻ വേവിക്കാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 10 മിനിറ്റ് മൂടി വെച്ചുകൊണ്ട് കുക്ക് ചെയ്യണം. 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും ചിക്കൻ നന്നായി വെന്ത് കിട്ടും. പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ചിക്കൻ പീസിൻ്റെ സൈസ് അനുസരിച്ചും ഇരിക്കും കേട്ടോ വേവിന് വ്യത്യാസം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ വെള്ളം ഒരുമാതിരി നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ, അവസാനം വറ്റിച്ചെടുത്താൽ മതി. വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർക്കുന്നതിന് മുൻപ് ഒന്ന് കൈക്ക് ഞെരടി പൊടിച്ചെടുക്കണം. ഇനി ഇതിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടി 2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ചേർക്കുമ്പോൾ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ചേർത്തേക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ച് വ്യത്യാസം വരും. ഗ്രേവിക്കുള്ള വെള്ളം ആവശ്യത്തിന് വറ്റിക്കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അവസാനമായി 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചെറുതായി അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുത്ത് ഇളക്കി ചേർക്കാം. മല്ലിയിലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല അടിപൊളി ഹൈദരാബാദി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.